നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തിൽ സ്വർണ്ണവില കുറഞ്ഞും കൂടിയും ഒരു ചാഞ്ചാട്ടം അത് തുടരുകയാണ്. ഇന്നത്തെ വില നോക്കുകയാണെങ്കിൽ സ്വർണ്ണവിലയിൽ ഇന്ന് മാറ്റമില്ലാതെ തുടരുന്നു. ഇന്നലെ രാവിലെയും വൈകിട്ടുമായി 2 തവണ കുറഞ്ഞ വിലയിൽ തന്നെ ഇപ്പോഴും സ്വർണ്ണവില തുടരുകയാണ്. പക്ഷേ അത് തന്നെയായിരിക്കില്ല, ഏത് മണിക്കൂറുകളിൽ വേണമെങ്കിലും സ്വർണ്ണവില കുറയാനും കൂടാനുമുള്ള സാധ്യത തുല്യമാണ്. ആഭരണം ഉൾപ്പെടെ സ്വർണം വാങ്ങണമെന്ന് താല്പര്യമുള്ളവർക്ക് ഇന്ന് നല്ല ദിനമാണ്. ഇനി വില കുറയുമെന്നും ഉയരുമെന്നും പ്രവചിക്കുന്ന സാമ്പത്തിക വിദഗ്ധരുണ്ട്. എന്നാൽ വലിയ തോതിലുള്ള വിലക്കുറവ് പ്രതീക്ഷിക്കാനാകില്ല. അതേസമയം മറ്റു ചില പഠനങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അതായത് 1 പവൻ സ്വർണത്തിന് വില 80,000 രൂപയിൽ താഴേക്ക് വന്നേക്കാമെന്നാണ് വിദഗ്ധരടക്കം പറയുന്നത്. കഴിഞ്ഞ കുറേ മാസങ്ങളായി വിപണിയിൽ കണ്ട വലിയ ചാഞ്ചാട്ടങ്ങൾക്ക് ശേഷമാണ് ഈ വിലയിരുത്തൽ. ആഗോള സാമ്പത്തിക സാഹചര്യങ്ങളിലെ മാറ്റങ്ങളും റഷ്യയുടെ വ്യാപാര നയങ്ങളിലെ മലക്കം മറിച്ചിലുമാണ് വില കുറയാൻ പ്രധാന കാരണങ്ങളായി ചൂണ്ടിക്കാണിക്കുന്നത്. റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിക്കുന്നത് സ്വർണത്തിന്റെ ഡിമാൻഡ് കുറയ്ക്കുമെന്നും വിദഗ്ധർ പറയുന്നു. അമേരിക്കയും റഷ്യയും തമ്മിലുള്ള ഒരു വ്യാപാര കരാർ യാഥാർത്ഥ്യമാകുന്നത് വിലയിടിവിന് കാരണമായേക്കുമെന്നാണ് പ്രവചനങ്ങൾ വരുന്നത്. ബ്രിക്സ് രാജ്യങ്ങളായ ചൈന, ഇന്ത്യ, ബ്രസീൽ, ദക്ഷിണാഫ്രിക്ക എന്നിവരെല്ലാം ചേർന്നാണ് സമീപ മാസങ്ങളിൽ ആഗോളതലത്തിൽ വാങ്ങിയ സ്വർണത്തിന്റെ പകുതിയോളം സ്വന്തമാക്കിയത്. അമേരിക്കയുടെ വ്യാപാര നയങ്ങളോടുള്ള പ്രതികരണം എന്ന നിലയിലായിരുന്നു ഇത്. എന്നാൽ ഇപ്പോൾ ഈ രാജ്യങ്ങൾ സ്വർണം വാങ്ങുന്നത് കുറച്ചേക്കുമെന്നാണ് സൂചനകൾ. ഇതും വില കുറയാൻ കാരണമാകും. സ്വർണ്ണവില ഇന്ന് രാവിലത്തെ വില നിർണയത്തിൽ കേരളത്തിൽ മാറ്റമില്ലാതെ നിന്നെങ്കിലും വൈകാതെ കൂടാൻ സാധ്യതയുണ്ട്. രാവിലെ കേരളത്തിൽ വില നിർണയിക്കുമ്പോൾ ഔൺസിന് $4,900 താഴെയായിരുന്നു രാജ്യാന്തര വില. പക്ഷെ ഇന്ന് ഇപ്പോൾ $4,940 ഉയർന്നിട്ടുണ്ട്. വില കുറഞ്ഞത് മുതലെടുത്തുള്ള വാങ്ങൽ താൽപ്പര്യം വർദ്ധിച്ചതും വില കൂടാൻ ഇടയാക്കുകയായിരുന്നു. ഇന്ന് രാവിലെ കേരളത്തിൽ ഗ്രാം വില 14,135 രൂപയിൽ തന്നെ നിലനിർത്താൻ വ്യാപാരികൾ തീരുമാനിച്ചിരുന്നു. പവൻ വില 1,13,080 രൂപയാണ്. 18 ക്യാരറ്റ് സ്വർണ്ണവിലയും മാറിയില്ല. ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ്സ് അസോസിയേഷന്റെ കീഴിലെ ജ്വല്ലറികളിൽ വില 11,680 രൂപയാണ്. കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ്സ് അസോസിയേഷന്റെ കീഴിലെ ജ്വല്ലറികളിൽ വില 11,615 രൂപയാണ്. വെള്ളിക്ക് ഇരു അസോസിയേഷനുകളും നൽകിയ വില ഗ്രാമിന് 5 രൂപ കുറഞ്ഞ് 285 രൂപയാണ്. US കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവിന്റെ പണനയത്തെ സംബന്ധിച്ച് അവ്യക്തതകൾ, ഇറാൻ, US, റഷ്യ, യുക്രൈൻ സമാധാന ചർച്ചകളുടെ തീരുമാനം സംബന്ധിച്ച അനിശ്ചിതത്വം എന്നിവയും സ്വർണ്ണവിലയെ സ്വാധീനിക്കും. ഇറാൻ US തർക്കത്തിന് അയവില്ലെങ്കിൽ സ്വർണ്ണവില ഉയരാനാണ് സാധ്യത. ഇന്ത്യയിൽ സ്വർണ്ണവില പവന് 70,000 രൂപയ്ക്കും 80,000 രൂപയ്ക്കും ഇടയിൽ സ്ഥിരത കൈവരിക്കുമെന്നാണ് ബ്ലൂംബെർഗിന്റെ പ്രവചനം. എന്നാൽ ഈ വിലയിടിവ് പെട്ടെന്നുണ്ടാകില്ല, മറിച്ച് സാവധാനത്തിലായിരിക്കും. 2027 അവസാനത്തോടെ വിലയിൽ ഒരു സ്ഥിരത വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സാധാരണക്കാരായ ഉപഭോക്താക്കൾക്ക് ഏറെ ആശ്വാസം നൽകുന്ന വാർത്തയാണിത്. റെക്കോർഡ് വില കാരണം സ്വർണം വാങ്ങാൻ മടിച്ചു നിന്ന പലർക്കും ഇത് ഗുണകരമാകും. വില പവന് 80,000 രൂപയിൽ താഴേക്ക് വരുന്നത് ഇന്ത്യയിലെ സ്വർണ്ണ വിപണിക്ക് പുതിയ ഉണർവ് നൽകിയേക്കും. ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണ ഉപഭോക്താക്കളിൽ ഒന്നാണ് ഇന്ത്യ. വിപണിയിൽ അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ടെങ്കിലും റഷ്യയുടെ ഡോളർ നയത്തിലെ മാറ്റവും ബ്രിക്സ് രാജ്യങ്ങൾ സ്വർണവും വാങ്ങുന്നത് കുറയ്ക്കുന്നതും നിർണായകമാകും. വരുന്ന മാസങ്ങളിൽ വിപണി സ്ഥിരത കൈവരിക്കുമോ അതോ ആഗോള സാമ്പത്തിക സമ്മർദ്ദങ്ങൾ കാരണം വീണ്ടും ചാഞ്ചാടുമോ എന്ന് കണ്ടറിയണം. ആഭരണം വാങ്ങുന്നവർ സ്വർണത്തിന്റെ വിലയ്ക്ക് പുറമെ പണിക്കൂലി, GST, ഹോൾമാർക്കിംഗ് ചാർജ് എന്നിവ നൽകണം. കേരളത്തിൽ പൊതുവെ ഈടാക്കുന്ന കുറഞ്ഞ പണിക്കൂലി 5%. ഇന്നത്തെ വിലയിൽ 5% പണിക്കൂലി എന്നത് 5,500 രൂപയ്ക്ക് മുകളിൽ വരും. കൂടാതെ 3% GST എന്നത് 3,500 രൂപയും വരും. ഹോൾമാർക്കിംഗ് ചാർജ് നിസ്സാര തുകയാകും. ഇതെല്ലാം ചേരുമ്പോൾ ഇന്ന് 1 പവൻ ആഭരണത്തിന് 1,22,000 രൂപയാകും. ഇനി ഡിസൈൻ കൂടുതലുള്ള ആഭരണങ്ങളാണ് വാങ്ങുന്നതെങ്കിൽ പണിക്കൂലി 5% മതിയാകില്ല, ഉയർന്ന പണിക്കൂലി വരും. സ്വർണത്തിന്റെ തൂക്കത്തിന്റെ അനുപാതം നോക്കി പണിക്കൂലിയിലും മാറ്റം വരും. കുറഞ്ഞ സ്വർണം കൊണ്ടുള്ള ആഭരണത്തിനും പണിക്കൂലി കൂടുതലാണ്. താഴ്ന്ന ക്യാരറ്റിലുള്ള ആഭരണങ്ങൾക്കും പണിക്കൂലി ഉയർന്ന നിരക്കായിരിക്കും.
നാട്ടിൻപുറങ്ങളിലെ ജ്വല്ലറികളിൽ ചില ഇളവുകൾ ലഭിച്ചേക്കാം. എന്നാൽ ഇപ്പോഴത്തെ ഈ ഇടിവ് അധികകാലം നീണ്ടു നിൽക്കാൻ സാധ്യതയില്ലെന്നാണ് പ്രമുഖ ധനകാര്യ സ്ഥാപനമായ ANC-യിലെ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. രണ്ടാം പാദത്തിൽ 1 ഔൺസ് സ്വർണത്തിന് $5,800 വരെ വില എത്തുമെന്നാണ് സ്ഥാപനത്തിലെ പ്രമുഖർ പ്രവചിക്കുന്നത്. നേരത്തെ അവർ 1 ഔൺസിന് $5,400 പ്രവചിച്ചിരുന്നതെന്നും ശ്രദ്ധേയമാണ്. സ്വർണ്ണവില ചാഞ്ചാടുന്നതും അതിന്റെ പരമാവധി ഉയരത്തിലെത്തിയത് കൊണ്ടാണെന്നാണ് കരുതരുതെന്നും ഇവർ പറയുന്നു. കഴിഞ്ഞ മാസം 1 ഔൺസിന് ഏകദേശം $5,600 എന്ന റെക്കോർഡ് നിലവാരത്തിൽ സ്വർണം എത്തിയിരുന്നു. ഇതിൽ നിന്നാണ് അടുത്തിടെ ഉണ്ടായ കനത്ത വീഴ്ച സംഭവിക്കുന്നത്. 1980-ലും 2011-ലും ഉണ്ടായതുപോലെ ഉയർന്ന നിലവാരത്തിലെത്തിയ ശേഷം വില കൂപ്പുകുത്തിയതുപോലെ ഇപ്പോഴും സംഭവിക്കുമോ എന്ന് ചില നിക്ഷേപകർ ആശങ്കപ്പെടുന്നുണ്ട്. എന്നാൽ നിലവിലെ സാഹചര്യം മുൻകാലങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണെന്നും ANC പറയുന്നു. US ഫെഡറൽ റിസർവ് ഈ വർഷം കുറഞ്ഞത് 2 തവണയെങ്കിലും പലിശ നിരക്ക് കുറയ്ക്കുമെന്ന പ്രതീക്ഷകൾ സ്വർണത്തിന് ശക്തമായ പിന്തുണ നൽകുന്നുണ്ട്. പലിശ നിരക്ക് കുറയുന്നത് സ്വർണത്തെ കൂടുതൽ ആകർഷകമാക്കും. പണപ്പെരുപ്പം കുറയുന്നതും വിപണികൾ ഡിസംബറോടെ ഒരു 3ാം പലിശ നിരക്ക് കുറവിന് സാധ്യത കൽപ്പിക്കുന്നതും സ്വർണത്തിന് അനുകൂലമാണ്. പണപ്പെരുപ്പം തണുത്താൽ ഫെഡറൽ റിസർവ് പ്രതീക്ഷിച്ചതിലും കൂടുതൽ നിരക്കുകൾ കുറച്ചേക്കാം. ഫെഡറൽ റിസർവ് മാർച്ചിലും ജൂണിലുമായി 25 ബേസിസ് പോയിന്റ് വീതം പലിശ നിരക്കിൽ കുറവ് വരുത്തിയേക്കുമെന്നാണ് അനലിസ്റ്റുകൾ പ്രതീക്ഷിക്കുന്നത്. പലിശ നിരക്കുകൾ കുറയുമ്പോൾ യഥാർത്ഥ പലിശ നിരക്കുകളും കുറയും. സ്വർണത്തിന് പലിശ ലഭിക്കാത്തതിനാൽ പലിശ ലഭിക്കുന്ന ആസ്തികൾ കുറഞ്ഞ വരുമാനം നൽകുന്ന സാഹചര്യത്തിൽ സ്വർണം കൂടുതൽ മത്സരക്ഷമമാകുകയും നിക്ഷേപകരെ ആകർഷിക്കുകയും ചെയ്യും. ഏതായാലും ചാഞ്ചാട്ടം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് സ്വർണ്ണവില. ആഗോളതലത്തിൽ ഉണ്ടാകുന്ന പല മാറ്റങ്ങളുമാണ് കേരളത്തിലും സ്വർണ്ണവിലയെ കൂടിയും കുറഞ്ഞൊക്കെ തന്നെ ഇപ്പോൾ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. ചില വിദഗ്ധരടക്കം ഇതുമായി ബന്ധപ്പെട്ട് പഠനം നടത്തുന്നവർ പറയുന്നത് 1 ലക്ഷത്തിൽ താഴെ സ്വർണ്ണവില വീണ്ടും വരാനുള്ള സാധ്യതയുണ്ട് എന്നാണ്. എന്നാൽ പലരും പറയുന്നത് ഇപ്പോഴത്തെ വിലക്കുറവ് ഒന്നും നോക്കണ്ട, വില ഇനിയും കൂടാനുള്ള സാധ്യതയാണ് നിലവിലുള്ളത്.